ടു ചാനൽ. ദിസ് ഈസ് ഡ്രീമി ഡ്രിഫ്റ്റ് ക്രിയേഷൻസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ കുറേ ദിവസമായി വെയിറ്റ് ചെയ്തിരിക്കുന്ന നമ്മുടെ എന്താണ് ഡെസ്ക് മേക്കറാണ്. മെയിനായിട്ട് ഡെസ്ക് മേക്കർ. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ വേറെ ഒന്നുമല്ല, ക്ലീനിങ്. അത് തന്നെ. അപ്പോൾ അതാണ് നമുക്ക് ആദ്യം ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ടേബിളിലുള്ള എല്ലാ സാധനങ്ങളും നമുക്ക് പുറത്തിറക്കിക്കണം. ഇത് നമ്മൾ നേരെ എൻ്റെ ദിവാങ്കൂട്ടുമ്മക്കാണ് ഇടുന്നത്. പിന്നെ വേറെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാനിത് കുറേ ദിവസം ഇങ്ങനെ ഓരോ ദിവസം ഇങ്ങനെ ആയിട്ടാണ് ചെയ്യുന്നത്. അപ്പം അങ്ങനെയൊക്കെ ആയതുകൊണ്ട് നിങ്ങളൊന്ന് ക്ഷമിച്ച് കാണണം. കാരണം നല്ല ലെങ്ത് ഉണ്ട് ഈ വീഡിയോക്ക്. ഞാൻ മെയിനായിട്ട് ചെയ്യേണ്ട മെയിനായിട്ടുള്ളൊരു എന്നിട്ടാണ് ഒരു ഡെസ്ക് മേക്കറാണ്. പിന്നെ വേറെ കാര്യം എന്ന് വെച്ചാൽ നമുക്ക് ഡിസംബറിലെ വീഡിയോസൊന്നും അപ്ലോഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. കാരണം വേറൊന്നുമില്ല, ഡിസംബറിൽ ഞങ്ങളുടെ എക്സാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങനെ കാര്യങ്ങളൊന്നും നടക്കില്ല. ബട്ട് എനിക്ക് മെയിനായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം ഡെസ്ക് മേക്കർ ആയിരുന്നു. സോ ചാനൽ തുടങ്ങി കുറച്ച് എഴുതിനും തന്നെ നമ്മൾ എന്താണ് നല്ല മെയിനായിട്ടുള്ള ഡെസ്ക് മേക്കർ ചെയ്യുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ചാനൽ തുറക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ പ്ലാൻ ചെയ്ത് വെച്ചേക്കായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. പിന്നെ വീഡിയോ ഇത്രയും ലീച്ചാവാൻ കാരണം വേറൊന്നുമില്ല, എഡിറ്റ് ചെയ്യേണ്ട കാര്യങ്ങളൊന്നും എനിക്ക് അറിയില്ലായിരുന്നു. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്, അതുപോലെ തന്നെ എന്താ പറയുക, എനിക്ക് ഒന്നും അറിയാൻ പാടില്ല. ഞാൻ പഠിച്ച് വരുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ അത് മൊത്തത്തിലൊന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ആൻഡ് എൻ്റെ വാൾ ഫുള്ള് ഡാമേജ് ആയിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞില്ല കുറച്ച് അടുപ്പിച്ചിങ്ങനെ മാറിയൊക്കെ എടുക്കണമെന്ന്. അതുകൊണ്ട് ഇനി 3 ദിവസം കഴിഞ്ഞിട്ടാണ് ഞാൻ പിന്നെയും നമ്മുടെ റൂമിൽ കയറുന്നത്. അപ്പോൾ റൂം ഇങ്ങനെ അടിപൊളിയായി കിടക്കുകയായിരുന്നു. ദിവാങ്കോട്ട് ഞാൻ ഓൾറെഡി ഒരു ജനലിൻ്റെ ആ ഭാഗത്തായിരുന്നു ഇട്ട് ഞാൻ അപ്പുറത്തേക്ക് മാറ്റിയതാണ്. ആൻഡ് വേഗം തന്നെ നമ്മുടെ വിൻഡോസൊക്കെ തുറന്ന് മലർത്തിയിട്ടു. പിന്നെ എന്താ നമ്മൾ ലേറ്റ് ഓണാക്കിയിട്ടുണ്ടായി. പിന്നെ ലേറ്റ് വേണമെന്ന് പറഞ്ഞ് ഇതാക്കി പിന്നെ കോളായിപ്പോയി ഗൈസ്. പിന്നെ നമ്മൾ സ്കെച്ചും അതും ഇതൊക്കെ കൂടി പിന്നെയും കിടക്കരുത്. അങ്ങനെ മൊത്തത്തിൽ പിന്നെ അതും ഒന്നും കൂടി നമുക്കൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം. എന്താണെന്ന് വെച്ചാൽ ഞാൻ പണ്ട് അത്യാവശ്യം കുറച്ച് മുമ്പ് ഉണ്ടാക്കിയതാണ്. ഇത് എന്താണ് വേറൊന്നുമല്ല, എന്തൊരു സാധനം അങ്ങനെ അതൊക്കെ ഉണ്ടാക്കി അത് കെട്ടുകൂടി കിടക്കുകയെന്ന് ഞാൻ ഉമ്മച്ചിട്ട് ശരിയാക്കി തന്നു. പിന്നെ ഞാൻ പണ്ട് സ്റ്റിക്കർ മേടിച്ചിട്ടുണ്ടായി. പണ്ടെങ്കിൽ സ്റ്റിക്കറിൻ്റെ ഒരു ഭ്രാന്തുണ്ടായി, അങ്ങനെ മേടിച്ചിട്ടുണ്ടായി. അപ്പോൾ അതിലുണ്ട ഒരു സാധനം വരുന്നത്. അങ്ങനെ ആ ഒരു സാധനത്തിനെ ഞാൻ എടുത്തിട്ട് ഞാനൊരു കലണ്ടറാക്കി മാറ്റാൻ വിചാരിച്ചു. 2025 കഴിഞ്ഞിട്ടില്ല, ബട്ട് 2026 കലണ്ടർ ഞാൻ ഇപ്പോഴേ ശരിയാക്കി വെച്ചേക്കാണ് ഗൈസ്. എനിക്കെന്ന് വെച്ചാൽ എന്താണെന്ന് അറിയില്ല, പെട്ടെന്ന് ഇങ്ങനെ ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ വേറെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ചാനൽ തുടങ്ങിയിട്ടുള്ള ഫസ്റ്റത്തെ ക്രിസ്മസും ആയിരുന്നു. ബട്ട് ആ ക്രിസ്മസ് നമുക്കതൊന്നും ചെയ്യാൻ പറ്റില്ല. ബട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. എക്സാം സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് നമുക്കൊന്നും പറ്റില്ല. അതിൻ്റെ ഇടയിൽ കൂടി ഞാൻ പിശിക്കാണ് ഗൈസ് ഇത്രയും തന്നെ ചെയ്തെടുക്കുന്നത്. സോ എന്താ ഒന്നും പറയാനില്ല. ആൻഡ് ഡെസ്ക് മേക്കർ തന്നെ ഇത്രയും കഷ്ടപ്പെട്ടാണ് ചെയ്യുന്നത്. ഇനി ശരിക്കും പറഞ്ഞാൽ ഈ ഒരു പ്രാവശ്യത്തെ ഈ ഒരു ടൈമിലുള്ള പ്ലാനിങ് അല്ല, ഞാൻ ഈ ചാനൽ തുടങ്ങണേക്ക് മുമ്പുള്ള പ്ലാനിങ് ആണ്. ശരിക്കും തുടങ്ങിയിട്ട് കുറച്ചായിട്ടുള്ളൂ. നമ്മളൊരു 46 വീഡിയോസേ അപ്ലോഡ് ചെയ്തിട്ടുള്ളൂ. ബട്ട് എന്നാലും സ്റ്റിൽ ഗായ്സ് എനിക്ക് ഭയങ്കര ഹാപ്പി ഉണ്ട്. കാരണം ഞാൻ ഇതിൽ സത്യം പറഞ്ഞാൽ എൻ്റെ പൈസക്കാണ് അത്യാവശ്യം ഞാൻ ചെയ്തതെന്ന് വേണ്ടി ഞാൻ പറയും. കാരണം വേറൊന്നുമല്ല, ചെറിയ പൈസക്ക് അത്രയും വീട്ടിലെങ്കിലും അത്യാവശ്യം പൈസയൊക്കെ ഉണ്ടിട്ടില്ലേ. ആൻഡ് വേറെ കാര്യം എന്ന് പറയാനില്ല. പിന്നെ എനിക്ക് ഭയങ്കര കൂട്ടി വെച്ച പൈസയിലൊക്കെയാണ് മേടിച്ചത്. സോറി ഗൈസ്, ഞാൻ കാര്യത്തിൽ നിന്ന് വിട്ട് മാറിപ്പോയി, പിന്നെ മാറിപ്പോയി. അങ്ങനെയല്ല വേണം, അങ്ങനെയല്ല. അപ്പോൾ വേറൊന്നുമല്ല ഗൈസ്, കലണ്ടർ ഞാൻ ചെയ്തുകൊണ്ടിരിക്കേണ്ടതിലാണ് മമ്മു വന്നത്. മമ്മു വന്നപ്പോൾ എനിക്ക് തീരുന്ന ആൽക്കഹോൾ മാർക്ക് വന്ന് എന്താണെന്ന് വെച്ചപ്പോൾ ഒന്നുമില്ല, നീളത്തോളം പറഞ്ഞ് എനിക്ക് തന്നു പോയിട്ടോ. അപ്പോൾ അത് കിട്ടിയുള്ള സന്തോഷമായിട്ട് ഞാൻ ഇരിക്കണം. സ്റ്റിക്കറൊക്കെ ഒട്ടിച്ച് കുട്ടപ്പനാക്കി ഞാൻ എൻ്റെ ആ കലണ്ടർ വെച്ച്. എൻ്റെ ബർത്ത്ഡേ ജനുവരിയിലാണ് കേട്ടോ. ജനുവരി 3-ാം തീയതിയാണ് എൻ്റെ ബർത്ത്ഡേ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ജനുവരി എന്നുള്ള മന്ത്. ജനുവരി ഡിസംബർ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള മന്താണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ 2 മന്തിൻ്റെ തുടക്കത്തെ മന്ത് ജനുവരി തന്നെ അത് തന്നെ ഞാൻ കലണ്ടറിൽ അങ്ങ് ഇതാക്കി വെച്ചിട്ടുണ്ടായി. ഡിസംബർ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടായി, ബട്ട് ഇപ്പം നമ്മൾ ചെയ്തിട്ടില്ല. എന്നാൽ അടിപൊളിയായിട്ട് നമ്മൾ അതൊക്കെ ചെയ്തു. പിന്നെ ഒന്നും കൂടി ക്ലീൻ ആക്കിയിട്ട് നമ്മൾ പൊടിയൊക്കെ നോക്കണ്ടേ എന്നൊക്കെ പറഞ്ഞിട്ട് അതായിരുന്നു. പിന്നെ നമ്മൾ പെറ്റ് ബോർഡ് ഉണ്ടാക്കിയിട്ടുണ്ടായി. പെറ്റ് ബോർഡിൻ്റെ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ നമ്മൾ ചാനലിൽ തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ചെന്ന് കാണാം. പിന്നെ ലൈക്കും സബ്സ്ക്രൈബും മറക്കരുത് കേട്ടോ. അങ്ങനെ എന്താ നമ്മൾ ആ ഒരു പശ ഉണ്ടല്ലോ 743 അല്ലേ, ആ പശ വെച്ചിട്ട് നമ്മളൊന്ന് മൊത്തത്തിലൊന്ന് വോളിൽ തന്നെ സ്റ്റിക്ക് ചെയ്ത്. ഇതിൽ മണ്ടത്തരം എന്താണെന്ന് വെച്ചാൽ ഞാൻ അവിടെ നിന്ന് ഓൾറെഡി സ്റ്റിക്ക് ചെയ്ത്. അത് കഴിഞ്ഞ് നമ്മൾ മിസ്സിരി ഇല്ലേടോ, നമ്മളെ ടൈനി ടച്ച് ക്രിയേഷനെ അവളോട് വെച്ചപ്പോൾ കുറച്ചിൻ്റെ ഇറക്കി ഒട്ടിക്കാതെ വെച്ചു. പിന്നെ കുറച്ചും കൂടി ഇറക്കി ഒട്ടിച്ചപ്പോൾ പിന്നെ ഒരു കുഴപ്പം. പിന്നെ ഒരു ഇറക്കി ഒട്ടിക്കലായിരുന്നു നമ്മൾ കറക്റ്റ് ആ ഡെസ്കിൻ്റെ ഒരു ഇതിൽ കിട്ടിയത് കേട്ടോ.
അപ്പോൾ എനിക്ക് കുറച്ച് സമാധാനം കിട്ടിയത്. പിന്നെ മിച്ചമൊക്കെ കാത്തിരിക്കുകയാണ് കേട്ടോ എൻ്റെ ഈ ഒരു ഡ്രസ് മേക്ക് ഇതിന് വേണ്ടിയിട്ട്. അവൾ ഓൾറെഡി ഡ്രസ് മേക്ക് ചെയ്തിട്ടുണ്ട്. ബട്ട് അവൾ വീഡിയോ ഇടാൻ കുറച്ച് മടിച്ചാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ കുറച്ചായിട്ടുള്ള വീഡിയോസ് ഒന്നും അപ്ലോഡ് ചെയ്തിട്ടില്ല. ഞാൻ എപ്പോഴും നോക്കാറുണ്ട് അവളുടെ ചാനലിൽ എന്തെങ്കിലും വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ. പക്ഷെ വന്നിട്ടുണ്ടായില്ല. പിന്നെ പെഗ് ബോർഡിൻ്റെ ഡീറ്റെയിൽ വീഡിയോ നമ്മൾ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ടായി. ഷോർട്ട് ഇടണമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായില്ല, ഷോർട്ട് ഇട്ടില്ല കേട്ടോ. പിന്നെ എന്താണ്, ഇപ്പോഴത്തെ നല്ല ഡാമേജ്, എൻ്റെ മോൾ മൊത്തം ഡാമേജാണ് പണ്ട് മുതലേ സാധനങ്ങളൊക്കെ പൊട്ടിച്ചിട്ട്. പിന്നെ ഞാൻ ഇങ്ങനത്തെ 2 വാൾ ഷെൽഫ് പണ്ടുണ്ടാക്കി വെച്ചാണ് കേട്ടോ. പണ്ട് എന്താണ് എൻ്റെ സ്കൂളിൽ ശാസ്ത്രമേള ഓർക്കേണ്ടത് നിങ്ങൾ, അതിന് കിട്ടിയ ഫോം ബോർഡ് വെച്ച് ഞാൻ ചെയ്തതാണ്. അത് അന്നത്തെ വീഡിയോ പണ്ടല്ലാത്ത എന്നാലും കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് അങ്ങനെ അതൊക്കെ എടുത്തിട്ട് നമ്മളൊന്ന് വാളിലൊട്ടിക്കാനുണ്ട്. പിന്നെ കൈ കൊണ്ട് കാട്ടിയ ആക്ഷനെ പറ്റി നമുക്ക് എനിക്കൊന്നും വേണം, ഇഷ്ടപ്പെട്ടിട്ടാണ്. പിന്നെ നമ്മളൊരു നോട്ടീസ് ബോർഡ് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഷോർട്ട് നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ ഷോർട്ട് തന്നെ നമ്മൾ ഇതിൽ ഒന്ന് ആഡ് ചെയ്തിട്ടുണ്ട്. കണ്ടിട്ടുണ്ടെങ്കിൽ കണ്ടിട്ട് ചേച്ചി. പിന്നെ ഞാൻ ഇതൊരു അത്യാവശ്യം മുമ്പ് ഉണ്ടാക്കിയതാണ്. ചാനൽ തുടങ്ങി പോകുന്നതാണ് ആൾക്കാർക്ക് അറിയണ ഒരു കാര്യമാണ് ഈ ഒരു ഗ്രിഡ്. എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ എപ്പോഴും ഉണ്ടാവും. അങ്ങനെ ഞാൻ വാള് കയറ്റാൻ കയറ്റാൻ തുടങ്ങിയിട്ടുണ്ടായി. നമ്മളെന്താ പറയുക, ഇപ്പം നമ്മൾ ആ ഒരു ഞാൻ പറയില്ല, പെഗ് ബോർഡ് കിട്ടൂലല്ലോ എന്ന് വിചാരിച്ചിട്ട്, ഫോം ബോർഡ് മേടിക്കില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ കാർബോർഡിന് ചെയ്തിട്ടുണ്ടായിരുന്നു പെഗ് ബോർഡ് മാതിരി. അപ്പം അങ്ങനെ ചെയ്തപ്പോൾ കാർബോർഡ് വെച്ചിട്ടാണ് ചെയ്തത്. ശരിക്കും മണ്ടത്തരം പറ്റിയെന്ന് വെച്ചാൽ ഇതിൽ ഞാൻ ഓൾറെഡി ഹോളിട്ട് ഒരെണ്ണം കൂടി ചെയ്തിട്ടുണ്ടായി. അതിൽ ഞാൻ ഹോളിട്ടിട്ടുണ്ടായില്ലടാ, മണ്ടത്തില്ലടാ, ഞാൻ ചെയ്യാൻ പറ്റും, സാരമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ വേഗം തന്നെ അതൊക്കെ കട്ട് ചെയ്ത് ഒട്ടിച്ച് കഴിഞ്ഞപ്പോഴാണ് ഞാൻ അറിയണം എനിക്കങ്ങനെയാണ്. അങ്ങനെ മൊത്തത്തിൽ നമ്മളൊന്ന് ഒട്ടിച്ച് കട്ട് ചെയ്തൊക്കെ എടുത്ത് സുന്ദരനാക്കിയിട്ടുണ്ട്. ഇതെനിക്ക് എൻ്റെ ഗ്ലൂ ഗൺ ഉണ്ടായില്ല കേട്ടോ പണ്ട്. അപ്പോൾ എന്താ, എനിക്ക് ഞാൻ കുഞ്ഞിനോട് വീട്ടിൽ പോകുമ്പോൾ മമ്മൂനോട് പോകുമ്പോൾ എനിക്ക് എപ്പോഴും ഗ്ലൂ ഗൺ കിട്ടും, കാരണം അവൻ്റെ ഗ്ലൂ ഗൺ ഉണ്ട്. പിന്നെ അവിടെ പോയപ്പോൾ എനിക്ക് കിട്ടിയതാണ്. പിന്നെ നോട്ടീസ് ബോർഡ് മാതിരത്തെ ബോർഡാണ് ഗൈസ്. ഇത് കുറച്ച് സ്പീഡ് ഇങ്ങോട്ട് കൂട്ടിയിട്ട്, അപ്പോൾ ഇതിൻ്റെ ഷോർട്ട് എന്തായാലും നിങ്ങൾ കാണണം. അതിലുണ്ട് ഓൾറെഡി, ഞാൻ പറയില്ല, ഫ്ലോപ്പായി പിന്നെയും ചെയ്തിട്ടുണ്ട്. 2 പ്രാവശ്യം ചെയ്തുള്ളൂ കേട്ടോ, 2-3 പ്രാവശ്യം കൊണ്ട് ചെയ്തിട്ടുള്ളൂ. അതിൽ കുഴുതി പോയോന്നൊന്നും ഞാൻ നോക്കണ്ട, അതൊക്കെ വിട്. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടായി. പിന്നെ ഞാൻ ഇത്ര വാൾ പോസ്റ്റർ മേടിച്ചിട്ടുണ്ടായി. ഇത് നമ്മൾ എന്താണ്, നല്ല അത്യാവശ്യം പഴക്കമുണ്ട് ഇതിന്. ഒരു 2 മാസം മുമ്പെങ്ങാണ്ട് മേടിച്ചാണ്. ഈ ഒരു ചാനൽ അത്യാവശ്യം തുടങ്ങണേക്ക് മുമ്പെങ്ങാണ്ട് ഞാൻ എൻ്റെ ഒറ്റക്ക് സേവിങ്സ് കൊണ്ട് മേടിച്ചാണ് ഗൈസ്. ഇപ്പോൾ നിങ്ങളിതൊക്കെ കാണുന്നുണ്ടെങ്കിലും ഇതിനൊക്കെ ഞാൻ പിന്നെയും മാറ്റിയിട്ടുണ്ട് എന്നൊരു നിഗമനം എനിക്കുണ്ട് ഗൈസ്. വേറൊന്നുമല്ല, ഇത് ഓൾറെഡി മാറ്റി, അതാണ് നിങ്ങൾ നോക്കേണ്ടത്. കാരണം പിന്നെ ഞാനിത് മാറ്റിയിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ ഇവിടെ പൊടിയിൻ്റെ അടിയായിരുന്നു, അതുകൊണ്ടായിരുന്നു. പിന്നെ ഞാൻ ഈ പശ വെച്ച് ഒട്ടിക്കണേ, ഇത് ഞാൻ ഏതോ ഒരു ചാനലിൽ കണ്ടാണ് ഇങ്ങനെ ഒട്ടിച്ച് വെക്കണം നല്ലത്. ഏതൊരു ചാനലായിരുന്നു, ഏതൊരു ചാനലോ ഓർമ്മയില്ല. അപ്പോൾ ഏതൊരു ചാനൽ ഇങ്ങനെ ഒട്ടിച്ച് വെക്കണം കണ്ടാണ്. അങ്ങനെ ഞാൻ എന്തൊക്കെയോ പറഞ്ഞിട്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ എനിക്ക് എൻ്റെ മുഖം അങ്ങോട്ട് കാണിക്കാൻ താല്പര്യമില്ല ഗൈസ്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇങ്ങനെയാണ് കണ്ടാന്നുണ്ടെങ്കിലും ഇത് എൻ്റെ നമ്മളെ മിച്ചൂര് മിച്ചു പറഞ്ഞു കുറച്ച് അരക്കി ഒട്ടിക്കടിയെന്നും പറഞ്ഞു. അങ്ങനെ വേവർക്കൊട്ടിച്ച് പിന്നെയുള്ള പരിപാടിയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇറക്കൊട്ടിച്ച് കഴിഞ്ഞിട്ടുള്ള ഒരു ഭാഗങ്ങളാണ് നിങ്ങൾ ഈ കാണുന്നത് കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചൊക്കെ മറിച്ചൊക്കെ വെച്ചിട്ടായിരുന്നു ഇത്രയും നമ്മൾ ചെയ്തത്. പക്ഷേ ഇതിനും എന്തൊരു കുഴപ്പമുണ്ട്, ഇതിനെ നമ്മൾ പിന്നെയും ഇതാക്കണുണ്ടായി. കാരണം വേറൊന്നല്ല, പിന്നെ ഇടയിൽ 2-3 വാൾ ഷെൽഫും സാധനങ്ങളൊക്കെ നമ്മൾ എൻ്റെ ഇടയൊക്കെ ഇട്ടിട്ടുണ്ട്. ഇത് മാത്രമല്ല, നമുക്ക് ആദ്യം തന്നെ ഈ വാൾ പോസ്റ്റർ ഒട്ടിച്ചിട്ട് ഉലിച്ചിട്ട് അടുത്ത് ചെയ്യുമ്പോൾ പറയാം. കൂട്ടിയിട്ടേക്കാണ്, വേറൊന്നുമല്ല. ഭയങ്കര എന്താ ലോങ്ങായി പോകുന്നുണ്ട്. ഇതിൽ സത്യം പറഞ്ഞാൽ നല്ല ടൈമുണ്ട് ഇതിന്. ഇതിങ്ങനെ ക്ഷമിച്ചിരുന്ന് കാണാമെന്ന് വെച്ചാൽ എനിക്ക് വോയിസ് റെക്കോർഡ് ചെയ്യാൻ തന്നെ ഭയങ്കര മടിയാവും. അതുകൊണ്ട് പിന്നെ എനിക്ക് പറയാനില്ല ഗൈസ്. അപ്പം ഞാൻ എന്തായാലും ഫോൺമാർക്ക് ജസ്റ്റ് ഞാൻ ഇങ്ങനെ വെച്ചിട്ടുണ്ടായി. ഈ വെച്ചേക്കുന്ന പെഗ് ബോർഡൊക്കെ കറക്റ്റായിരുന്നു. ബട്ട് എന്താണ്, പിന്നെ ഇതിനെ ഞാൻ മാറ്റി എടുത്തിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഇങ്ങനെ കണ്ടാൽ തോന്നിയാൽ കറക്റ്റ്
എടുക്കണമെന്നൊക്കെ ഡൗട്ട് ഉണ്ടായി. പിന്നെ എന്തൊക്കെ കാട്ടി ഞാൻ എവിടെയൊക്കെ വെച്ചിട്ടുണ്ടായി. പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഷെൽഫും കാര്യങ്ങളും പിന്നെയും ഞാൻ ചെയ്തിട്ടുണ്ടായി. ഫോം ബോർഡ് വെച്ചിട്ട് രണ്ട് കഷ്ണം പിന്നെയും കട്ട് ചെയ്തിട്ട് അവിടെയും പിന്നെ മുകളിലുമായിട്ട് ഞാൻ ഇങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ എല്ലാവരും ഡെക്കോറായിട്ട് ഇങ്ങനെയൊക്കെ പറ്റുന്ന സാധനങ്ങളെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ടായി. ഇത് കഴിയുന്നതിൻ്റെ മുമ്പത്തേൻ്റെ ഇതുകൊണ്ട് ക്രിസ്മസ് ട്രീ ഞാൻ ഒറ്റയ്ക്ക് ഉണ്ടാക്കിയിട്ടില്ല. അതൊക്കെ എടുത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വീഡിയോസൊക്കെ കറക്റ്റ് വെച്ചിട്ടുണ്ടല്ലേ, ഇതൊക്കെ തട്ടി കൂട്ടി എടുത്താൽ. പിന്നെ എനിക്ക് വേറെ കാര്യം എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായെന്ന് തോന്നുന്നത് നമ്മൾ ഫെയറി ലൈറ്റും അതുപോലെ തന്നെ ഞാൻ ലൈറ്റ്സ് ഓൾറെഡി ഉണ്ടായി. എനിക്ക് ഫെയറി ലൈറ്റ് മേടിക്കണമെന്നുണ്ടായി, പക്ഷെ ഓർഡർ ചെയ്തിട്ട് എത്താൻ കുറേ വൈകിട്ടുണ്ടായി. ഒന്നിക്കൊന്നും പറയാനുണ്ടായില്ല. പിന്നെ വേറെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാനിങ്ങനെ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വീഡിയോ എടുക്കുകയാണെങ്കിൽ എന്തൊക്കെയാണ് പറയുന്നത് എനിക്ക് പോലും അറിയാൻ പാടില്ല. ഞാൻ പറഞ്ഞു തുടങ്ങിക്കഴിഞ്ഞാൽ നിർത്താണ്ട് പോയി കളയും. അതുകൊണ്ട് തന്നെ എന്താ പറയാന്ന് വെച്ചാൽ ഞാൻ ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഫ്രണ്ട്സൊക്കെ ഞാനൊരു കാര്യം പറയണമെങ്കിൽ അവർക്ക് പോലും മനസ്സിലാവാറില്ല കേട്ടോ. നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവും അവിടത്തോട് കഴിഞ്ഞ് ഇല്ലാടാ, ഇന്നും തുടങ്ങാൻ പോണേ ഉള്ളൂ. അങ്ങനെ ഗൈസ് ഓരോന്ന് ഞാൻ ഇങ്ങനെ സെറ്റ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ വേറെ കാര്യം എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ വീഡിയോ ലേറ്റ് ആവാൻ കാരണം തന്നെ കുറേ കാര്യങ്ങളുണ്ട്. കാരണം പരീക്ഷ അതുപോലെ തന്നെ എവിടെയൊക്കെ എന്തൊക്കെ വെക്കണമെന്നത് എഡിറ്റിങ് എല്ലാ പ്രശ്നങ്ങളായിരുന്നു. ഈ വീഡിയോ എടുക്കണ സമയം വരെയും എൻ്റെ വീട്ടിൽ ആൾക്കാരായിരുന്നു മൊത്തം. എന്ന് വെച്ചാൽ എൻ്റെ വാപ്പച്ചു കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് താത്തൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ എല്ലാവരുമായിട്ട് വന്നിട്ടുണ്ടായി. അപ്പോൾ ഇതിൻ്റെ ഒക്കെ കൂടിയായിട്ട് വന്നുകൊണ്ട് തന്നെ വീട്ടിൽ കുറച്ച് ബഹളമൊക്കെ. ഞാൻ എൻ്റെ റൂമിൽ ഒച്ചയ്ക്ക് ഇരുന്ന് ഫാനൊക്കെ ഇട്ടിട്ടാണ് ഞാൻ എന്താണ് വീഡിയോസ് തന്നെ റെക്കോർഡ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്തു. പിന്നെ 2-3 ദിവസം കഴിഞ്ഞിട്ടാണ് അടുത്തത് എന്താണെന്നല്ലേ ഞാൻ ഒരു വാൾ പോസ്റ്റർ ഓർഡർ ചെയ്തിട്ടുണ്ടായി. മീൻസ് എനിക്കിങ്ങനെ ടേബിൾ ഇങ്ങനെ കണ്ടിട്ടുണ്ടാവുമല്ലോ, ഏസ്തെറ്റിക് റൂമിൽ ഇങ്ങനെ വൈറ്റ് ടേബിളാണല്ലോ. വൈറ്റ് ടേബിൾ മേടിക്കാനുള്ള സാഹചര്യമില്ലേ നിങ്ങൾക്കല്ല എനിക്ക് അങ്ങനെ പറയും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ മൊത്തത്തിൽ മാറ്റമുണ്ടായി. ഇത് ഞാൻ പറഞ്ഞില്ല, വാപ്പച്ചി വന്ന അന്നത്തെ ദിവസമായിരുന്നു. ബട്ട് വാപ്പച്ചി വന്നത് എന്നാണ് എനിക്ക് ഓർമ്മയില്ല കറക്റ്റ്. 9-ാം തീയതി 7-ാം തീയതി കണ്ട. ഇത്രയും ദിവസമായിട്ടും ഞാൻ ഇരിക്കുകയായിരുന്നു. പക്ഷേ അപ്പോൾ ആ 7-ാം തീയതി കണ്ട് എടുത്ത് വെച്ച വീഡിയോ ആണിത്. പിന്നെ വെള്ള ആ ഒരു പോസ്റ്റർ നമ്മൾ മൊത്തത്തിൽ ഇതാക്കി. ഞാൻ മാത്രമല്ല, എനിക്ക് ഉപ്പയും സഹായിച്ചെന്ന് ഗൈസ്. അപ്പോൾ ഞങ്ങൾ മൊത്തത്തിൽ ചെയ്തു. ബട്ട് ഇവിടെ ഒന്നും കൊണ്ട് തീരണില്ല, ഇനിയും നമ്മൾ കിടക്കുന്നുണ്ട് ഗൈസ്. ഇപ്പം ശരിക്കും പറഞ്ഞാൽ 13 മിനിറ്റ് ആയിട്ടുള്ളൂ. ഇനിയും കിടക്കുന്നുണ്ട് ഗൈസ്. 21 മിനിറ്റ് 22 കറക്റ്റ് ഉണ്ട്. സോ പിന്നെന്താ, ഇത് കഴിഞ്ഞിട്ട് അടുത്ത 2-3 ദിവസം കഴിഞ്ഞിട്ടാണ് അടുത്ത വീഡിയോ നമ്മൾ ചെയ്യുന്നത്. വെറും നല്ല ഏസ്തെറ്റിക് റൂമിൽ എവിടെ നോക്കിയാലും നല്ല അടിപൊളിയായിട്ടുള്ള വാൾ ഷെൽഫ് കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു വാൾ ഷെൽഫ് ഉണ്ടാക്കാനുള്ള പ്ലാനാണ്. അതിന് വേണ്ടി ബാക്കി വന്ന ഫോം ബോർഡാണ് ഇതൊക്കെ. ഈ ഒരു എൽ ഷേപ്പിലുള്ളതും പിന്നെ കുറച്ച് ആക്രിയായിട്ടുള്ള ഫോം ബോർഡ്സ്. അങ്ങനെ അതൊക്കെ എടുത്തിട്ട് ഞാനൊരു വാൾ ഷെൽഫ് ഉണ്ടാക്കി. കുറേ നേരം പരിശ്രമിച്ചാണ് ഗൈസ്. ഞാനൊരു തീം വേണമല്ലോ, ഒരു തീം എന്ന് വെച്ചാൽ ഒരു സൈസ് ഒരു ഇതൊക്കെ വേണമല്ലോ, ആ ഒരു രീതിയിലും. ആൻഡ് അങ്ങനെ ഇട്ട് പിന്നെ നിങ്ങൾ കാണാറുണ്ടോ എന്ന് എനിക്കറിയില്ല, കടൽ ക്ലൗഡ് എന്ന് പറഞ്ഞൊരു ചാനലുണ്ട്. അപ്പോൾ ആ ഒരു ചാനൽ ആര്യ ചേച്ചി എന്ന് പറയാം. ആര്യ ചേച്ചിയുടെ ടേബിളിൽ ഒരു സാധനം ഞാൻ കണ്ടിട്ടുണ്ട്. എന്നാണോ ഉണ്ടെന്ന് എനിക്ക് ഓർമ്മയില്ല, ഞാൻ കുറച്ചായിട്ടുള്ളൂ കാണാൻ തുടങ്ങിയിട്ട്. അപ്പോൾ ആ ഒരു സാധനമായിരുന്നു. ഇത് ചെയ്യുന്ന ഇടയിൽ കൂടി വന്നിട്ട് എൻ്റെ കാക്ക എന്താണ്ട് ചെയ്യണം എന്ന് പറഞ്ഞാൽ തോട്ടിക്കൊണ്ടിരിക്കുക, കാരണം കളിയാക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞാൻ അതൊക്കെ ചെയ്തു. ജസ്റ്റ് ഹിറ്റ് എന്ന് വെച്ചാൽ വെക്കാൻ പറ്റുമെന്നൊക്കെ നോക്കിയായിരുന്നു. 2-3 പ്രാവശ്യം വെച്ചിട്ടുണ്ട് ശരിക്കും ഇരുന്നത് തന്നെ. പിന്നെന്താ, നമ്മൾ 743 എന്ന് പറഞ്ഞ പശ യൂസ് ചെയ്തിട്ടാണ് മൊത്തത്തിലൊന്ന് ഒട്ടിച്ചെടുക്കണത്. അപ്പോൾ ബാക്കി വേണ്ടാത്ത ഭാഗങ്ങളൊക്കെ നമ്മൾ കട്ട് ചെയ്ത് കളയുന്നുണ്ട്. ഓക്കെ, അങ്ങനെ ചെയ്തോണ്ട് ഈ ഒരു ഭാഗത്തോടു കൂടി ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ ഒരു വാൾ ഷെൽഫും പിന്നെ എൻ്റെ റൂമിൽ ഓർഗനൈസ് ചെയ്ത സാധനങ്ങളൊക്കെ കൂടി കഴിഞ്ഞപ്പോഴും നമ്മൾ ആ വീഡിയോ അവസാനിക്കുകയാണ് ഗൈസ്. ഇപ്പം ആയിട്ടില്ല, ഇനിയും കുറച്ചും കൂടി കഴിയണം. ഇപ്പം തന്നെ ഒരു 14 ആയിട്ടുള്ളൂ, ഇനിയും ഉണ്ട് 21 മിനിറ്റ് ബാക്കി. അപ്പോൾ മൊത്തത്തിൽ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം.
ആവശ്യത്തിന് തീരുമാനിക്കാം. പെട്ടെന്നാണ്ട് കുറച്ച് പശ നമ്മൾ ആ ടേബിളിലേക്ക് വീണത്. അതുകൊണ്ട് തന്നെ അത് മായ്ക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. ഞാൻ വേഗം തുടച്ചുകൊണ്ട് കുറച്ചൊക്കെ പോയി. പിന്നെ ആ പാടം അങ്ങനെ തന്നെ ഇരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ വേറെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഒരു വാൾ പേപ്പർ ഉണ്ടല്ലോ ടേബിൾ മുട്ടിക്കുന്നത് നല്ല കഷ്ടപ്പെട്ടിട്ടുണ്ട്. സോ നിങ്ങളുടെ പാരൻസിനെ ഹെൽപ്പൊക്കെ വെച്ച് ചെയ്യണം കേട്ടോ. അങ്ങനെ ആ ഒരു പരിപാടി നമ്മൾ വാൾ ഷെൽഫ് പൂർത്തിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് മൊത്തത്തിലൊക്കെ ഒന്ന് മാറ്റിയെടുക്കാം. ഇനിയാണ് ഗൈസ് കൺഫ്യൂഷൻ. കാരണം എവിടെ വെക്കണം, എന്ത് ചെയ്യണം, ഈ ഒരു സാധനം എൻ്റെ കയ്യിലുണ്ടായി. ഇതും ഞാൻ പിൻട്രസ്റ്റിലായിട്ടുള്ള ടേബിളൊക്കെ കണ്ടിട്ടുള്ള സാധനമാണ്. ഇതിൻ്റെ മണ്ടയിലും പിന്നെ സൈഡിലും പിന്നെ അപ്പുറത്തും ഇപ്പുറത്തൊക്കെയാണ് നമ്മൾ വെക്കണം ഞാൻ കണ്ടിട്ടുണ്ട്. കഷ്ടപ്പാടിന് ശേഷം നമ്മൾ ഓരോന്നോരോന്ന് സെറ്റാക്കി വരുന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നമുക്ക് നേരെ ഓർഗനൈസിങ് ആണ്. അപ്പോൾ അടുത്തത് നമ്മൾ പറഞ്ഞ പോലെ ഓർഗനൈസിങ് ആണ്. മൊത്തം ഓർഗനൈസ് ചെയ്തെടുക്കണം. ഈ കാണിക്കുന്നത് വേറെ ഒന്നുമല്ല ഗൈസ്, നമ്മളെ പെന്നൊക്കെ ഇല്ലേടോ, ആ പെന്നൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്യണേ. ഈ ഒരു പെന്നാണ് ഗൈസ് ഇറേസബിൾ പെന്ന് പറയും. അപ്പോൾ നല്ല രീതിയിൽ നമുക്ക് ഇറേസ് ചെയ്യാൻ പറ്റുന്ന പെന്നാണ്. പിന്നെ എന്ന് പറഞ്ഞാൽ ഒരു ഓർഗനൈസർ എടുത്ത് മാറ്റി പെൻസൊക്കെ എടുത്ത് വെച്ചു,
ഒരു കുറച്ച് പാറ്റേൺ പേപ്പേഴ്സൊക്കെ ഇതിൻ്റെ ഉള്ളിൽ വെച്ചു. പിന്നെ ആ ഒരു സ്കെച്ച് കയ്യിൽ വെച്ചു, ഈ സ്കെച്ച് കയ്യിൽ വെച്ചു. പിന്നെ ഒരു ബുക്കും കുറച്ച് വാഷി ടൈപ്പും പിന്നെ ഒരു സ്റ്റാപ്ലറും ഒരു മിനി പെന്നൊക്കെ എടുത്ത് അവിടെ വെച്ചു. പിന്നെ ഹൈലൈറ്റർ എടുത്ത് പിന്നെ മാറ്റിയിട്ടോ. പിന്നെ താഴത്ത് ഞാൻ പറഞ്ഞ പോലെ നേരത്തെ ഞാൻ ഇതൊക്കെ വെച്ചിട്ടുണ്ടായി. പിന്നെ ഷെൽഫും കാര്യങ്ങളൊന്നും നോക്കണ്ട, അതിനെ പിന്നെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് വേറെ രീതിയിലൊക്കെ ഒന്ന് ഓർഗനൈസ് ചെയ്തിട്ടുണ്ട്. ഞാൻ പല രീതിയിലൊക്കെ ആയിട്ടാണ് ചെയ്തുകൊണ്ടിരിക്കുക. ആ ഒരു ഫ്രെയിമിൻ്റെ ഉള്ളിൽ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള വീഡിയോ ഞാൻ എന്തായാലും അപ്ലോഡ് ചെയ്യാം കേട്ടോ. ഫ്രെയിം അങ്ങനെ ഇല്ല, ഫ്രെയിം ആയിട്ടില്ല. എൻ്റെ ഫ്രണ്ട് എന്നാണ് PM കേട്ടോ. അപ്പം എന്താ ഞാൻ അങ്ങനെ ഒരു എന്തൊക്കെ വെക്കണം എന്നൊക്കെ തീരുമാനിച്ചിട്ട് നമ്മൾ ഒരു അടുത്ത വീഡിയോ ഒക്കെ ആയിട്ട് നമ്മൾ അങ്ങനെ ചെയ്യുന്നതാണ്. പിന്നെ ഇതെങ്ങനെ കണ്ട ക്ലിപ്പൊക്കെ കുത്തി പിന്നെ ഒരു ചെറിയൊരു ക്യൂട്ടായിട്ടുള്ളൊരു മറ്റേ എന്താ ഊതണ സാധനമൊക്കെ ഇല്ലേ അങ്ങനത്തെ ഒക്കെ ഉണ്ടായി. പിന്നെ കുറേ സ്കെച്ചൊക്കെ ഉണ്ടായി. ആ സ്കെച്ചിനൊക്കെ ഞാൻ തിരിച്ച് മറിച്ചൊക്കെ വെച്ചു. പിന്നെ നമ്മൾ മാറ്റല്ലല്ലോ ആ സാധനം വെച്ചു. അപ്പം നല്ല അടിപൊളി. ഇതാണ് ഫൈനൽ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. സോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.